Good morning, all. Good morning, Miss. Good morning. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, നമ്മള് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? ഒക്കെയാണ് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലെ? പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് വരെ പറഞ്ഞു നിർത്തി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കണ്ടിജൻസി അപ്രോച്ച്, പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഒരു ഓർഗനൈസേഷൻ അത് നന്നായിട്ട് തന്നെ നിലനിന്ന് പോകണമെങ്കിൽ, ഏതൊരു ബിസിനസ് ആണെങ്കിലും ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന വിധത്തിൽ പ്രവർത്തിച്ചു പോകണം. തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ, അതായത് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഓരോ ഹ്യൂമൻ ബീങ്സ് അവരുടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടെ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഒക്കെ, ഒരു പ്രത്യേക മോഡലൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതെല്ലാം കൂടി എല്ലാം തന്നെ ഒത്തിണങ്ങി തന്നെ പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് റിസൾട്ട്, അതായത് ആ ഹോസ്പിറ്റലിന് വിജയിച്ചു പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതായത് ഗവൺമെന്റിന്റെ കുറച്ച് നിയമ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ആക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒന്നിച്ച് തന്നെ അവിടെ ഫോളോ ചെയ്ത് പോകണം. അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും ബിസിനസ് ഓറിയന്റഡ് ആണെങ്കിലും അതിന് മതിയായ രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഇങ്ങനെ നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും കൂടി നമുക്ക് ആഗീരണം ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് ഇന്റേണൽ ആയിട്ടുള്ള അതേപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് സിസ്റ്റം അപ്രോച്ചിൽ എടുത്ത് പറയുന്നത്. നോക്കാം, എ സിസ്റ്റം ഈസ് ആൻ interconnected part that interact with one another and functions as a whole. Okay, മൊത്തത്തില് നമുക്കറിയാം അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നിനോട് കണക്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ, എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ ആകണമെങ്കിൽ നമുക്കറിയാം എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വേണ്ടി വരില്ലേ? എംപ്ലോയീസ് ഇപ്പൊ നമ്മൾ ഒരു ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം അല്ലെ? ഓക്കെ, എങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും ആ എംപ്ലോയിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ്, സിസ്റ്റം ഈസ് ആൻ ഇന്റർകണക്റ്റഡ് പാർട്ട് ദാറ്റ് ഇന്ററാക്ട് വിത്ത് വൺ അനദർ ആൻഡ് ഫങ്ഷൻസ് ആസ് എ ഹോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. പീപ്പിൾ, എംപ്ലോയി, പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയി, ടെക്നോളജി, performing the task that they are responsible for, while the structure of the organization serves as the basis of organizing. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവര് ടാസ്കുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ, അതായത് എന്തെങ്കിലുമൊക്കെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയിയെയും ഈ ടെക്നോളജിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ, സ്ഥാപനത്തില് അവിടെ നടപ്പാക്കി കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ സർവീസ് അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ അവിടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഏതോ ഒരു സ്ഥാപനം അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അതേപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയാണ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ഉള്ളത്. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഘടന ഒരു ഹൈറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും ഓരോരോ നമുക്കറിയാം ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലൊക്കെ ഉള്ള ജീവനക്കാരെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോട് കൂടിയിട്ടായിരിക്കും അവിടെ വർക്ക് ഫ്ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നഴ്സുമാരെ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സിനാണെങ്കിലും ഉണ്ട്, മേലധികാരികൾ, അല്ലെ അവിടെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരൊക്കെ കൃത്യമായിട്ട് തന്നെയായിരിക്കും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. സോ അവർ ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലെ, അവരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ അവരെ കറക്റ്റ് ആയിട്ടൊക്കെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ശരിയല്ലേ? ഓക്കെയല്ലേ? ഒരു ഓർഗനൈസേഷൻ ഫ്ലോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക അവിടെ എംപ്ലോയീസ് ആവശ്യമാണ്, ടെക്നോളജി ആവശ്യമാണ്, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള സ്ട്രക്ചറുമൊക്കെ അവിടെ ആവശ്യമാണ്. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും പറയാണ് ഇവയൊക്കെ ഒന്നിനൊന്നിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, a system is an interconnected part that interacts with one another and functions as one. Okay, within the organization, people employ technology performing the task that they are responsible for, while the structure of the organization serves as the basis for organizing. Okay, നല്ല രീതിയിൽ അപ്പൊ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മൈൻഡിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. അതായത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു സ്ഥാപനം അത് വിജയിച്ചു പോകണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസും ടെക്നോളജി സ്ട്രക്ചറും ഘടനയും എല്ലാം തന്നെ ഒത്തിണങ്ങിക്കൊണ്ട് പോയാൽ മാത്രമാണ് ടാസ്കുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും മനസ്സിലാക്കിയെടുക്കാം. ഇതെല്ലാം വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്, അല്ലെ? സ്ട്രക്ചറിന്റെ അതായത് ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതികൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വോയിസ് അവരവരുടേതായിട്ടുള്ള ചുമതലകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നു. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മെഷീനിലേക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ മെഷീൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്തു പോകുന്നു. ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്രമീകരണത്തോട് കൂടിയിട്ട് ഒത്തരങ്ങി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. The system viewer considers the interdependence of each of these elements. ഓക്കെ, അവിടെ സിസ്റ്റത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടല്ലേ, വ്യൂ പോയിന്റ്സിൽ, അതായത് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിന്റ്സിൽ, അതിന്റെ വീക്ഷണകോണിൽ, അല്ലെ, അത് പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നത് എന്തൊക്കെ കാര്യത്തിനാണോ ഊന്നി പറയുന്നത്? ഒന്നിനോട് ഡിപ്പെൻഡ് ആയിട്ടാണ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് സിസ്റ്റം അപ്രോച്ചിൽ എടുത്തു പറയുന്നത്. ഈ ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന് അതിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വരും. Okay, system views constitutes the interdependence of each of these elements. എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്? പീപ്പിൾ, ടെക്നോളജി ആൻഡ് ടാസ്ക്, അല്ലെ? അതുപോലെ തന്നെ സ്ട്രക്ചർ. 4 എലമെന്റ്സ് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? people employ technology performing the task that they are responsible for, while the structure. അതായത് 4 എലമെന്റ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നാമതായിട്ട് പീപ്പിൾ, അതായത് അവിടെയുള്ള എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നോളജി, അതായത് മെഷീനും, അല്ലെ, സാങ്കേതികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. നമുക്കറിയാം മെയിൻ ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു ഘടന, അല്ലെ, നല്ലൊരു സ്ട്രക്ചർ. നമുക്കറിയാം പലതരത്തിലുള്ള ഘടനകൾ അവിടെയുണ്ട്. ഹൈറാർക്കി സിസ്റ്റം പോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്താണ് സ്പാൻ ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു മേലാധികാരിയിൽ നിന്ന് മാത്രം, അല്ലെ, അവിടെ അധികാരങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. നമുക്കറിയാം എല്ലാവരുടെയും ആചാരങ്ങളൊക്കെ അനുസരിച്ച് പോകുക എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ഫേവറബിൾ ആവില്ല, അല്ലെ? അവർക്ക് തൊട്ടുമേലെയുള്ള മേലാധികാരിയിൽ നിന്നൊക്കെ ആയിരിക്കും അവര് തീർച്ചയായിട്ടും എന്താണ് അവര് ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ പലതരത്തിലുള്ള ഘടനകൾ അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതെല്ലാം റിലേറ്റഡ് ആണ്. കേസ് ഇതിൽ ഏതെങ്കിലും സംതിങ്, അല്ലെ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കേസ് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? താഴേക്ക് നോക്കുകയാണെങ്കിൽ within the organization, if the organization as a whole is to function effectively. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ 4 എലമെന്റ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകണം എന്ന് പറഞ്ഞു. Another key aspect of a system view of organization is to emphasize on the interaction between the organization and its broader environment, which consists of social, economic, cultural, and political within which they operate. വീണ്ടും എടുത്ത് പറയാണ്, നമുക്ക് മനസ്സിലായി ഒരു ബിസിനസ് ഫേം, അല്ലെ, ഏതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഫാക്ടറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ,
അവിടെ നല്ലൊരു സ്ട്രക്ചറും എംപ്ലോയീസും നല്ല രീതിയിലുള്ള മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് തന്നെ അതിന്റെ റിസൾട്ട് ഏൺ ചെയ്യും. ഓക്കെ, അതോടൊപ്പം തന്നെ പറയുകയാണ് ഇതിനാൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് അല്ലെ. അനദർ കീ ആസ്പെക്ട് ഓഫ് ദ സിസ്റ്റം വ്യൂ ഓഫ് ഓർഗനൈസേഷൻ ഈസ് ദ എംഫസിസ് ഓൺ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ബോർഡർ എൻവയൺമെന്റ് അല്ലെ. നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ഓർഗനൈസേഷന് ചുറ്റുമുള്ള ബിസിനസ് ഫേമിന് ചുറ്റുമുള്ള അല്ലെ ഒരു എൻവയൺമെന്റുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ബന്ധപ്പെട്ടു പോകും. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം നിയമ വഴികളൊക്കെ ഉണ്ട് അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ സാധിക്കും അല്ലെ. അപ്പൊ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കൾച്ചറായിട്ടും പൊളിറ്റിക്കലായിട്ടും കേസിൽ നമുക്കറിയാം എന്തെങ്കിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവിടെയുള്ള പൊളിറ്റീഷ്യൻസിനൊക്കെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമാക്കത്തക്ക വിധത്തിൽ മാത്രമാണ് ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരു സാംസ്കാരിക രീതിയുണ്ട് നമുക്കറിയാം. ഏതൊരു സ്ഥാപനത്തിന് പ്രാദേശിക അവധിയൊക്കെ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ആ ഒരു സംസ്കാര രീതി ആ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്തു പോകാം. എവിടെയാണോ നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് അതിന് ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങൾ കൂടി ഒരുപോലെ തന്നെ കൂട്ടിക്കൊണ്ട് പോയാലാണ് ഓർഗനൈസേഷന് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതിന്റെ റിസൾട്ട് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഹോസ്പിറ്റലിനും അതിന്റെ റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, മറ്റു തരത്തിലുള്ള എലമെന്റ്സ് കൂടി കൺസിഡർ ചെയ്യണം. മറ്റ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ അല്ലെ. നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സാമ്പത്തികമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഒത്തുപോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിന് എന്തൊക്കെ കാര്യങ്ങൾ നല്ല കോസ്റ്റ് ലഘൂകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ രീതി തന്നെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കറിയാം അവിടെ നിൽക്കുന്ന അല്ലെ ഫിനാൻഷ്യലി സൗണ്ട് കുറഞ്ഞ കസ്റ്റമേഴ്സ് അതായത് പേഷ്യൻസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതേസമയം ലക്ഷറി ആൾക്കാരെ ലക്ഷ്യമിട്ടിട്ടാണെങ്കിൽ നമുക്കറിയാം ആ ഒരു എൻവയൺമെന്റ് ഏത് പശ്ചാത്തലമാണോ ലക്ഷ്യമിട്ടിട്ട് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അത് സ്വാധീനിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ വിതിൻ വിച്ച് ഇത് ഓപ്പറേറ്റ്. അപ്പൊ എന്താണ് അവിടെ എൻവയൺമെന്റൽ ആയിട്ടുള്ള ബോർഡറിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ എന്ത് പറയും? എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കുക ഇന്റേണൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ്, സ്ട്രക്ചർ ആൻഡ് തന്നെ ടെക്നോളജി അല്ലെ. ടാസ്ക് എല്ലാം ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതായത് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു പോയി സോഷ്യൽ, എക്കണോമിക്, മറ്റേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ, പൊളിറ്റിക്കൽ അല്ലേ. ഓക്കെ, നമുക്കറിയാം എപ്പോഴും എന്തെങ്കിലും എങ്കിലപ്പോ അതും അല്ലെ എന്തെങ്കിലും സ്ട്രൈക്കും ബ്ലോക്കൗട്ട് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവിടെ യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. നമ്മുടെ ഹോസ്പിറ്റലിനെ ആണെങ്കിലും ബാധിക്കാൻ അത് മതി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആരെയും വിരപ്പിക്കാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഇൻ കേസ് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന മെഷീൻസ് ഓക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത മെഷീൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുക എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാൽ അല്ലെ നമുക്കറിയാം പ്രകൃതി തന്നെ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടും നമ്മളുടെ അത് നമ്മുടെ ഹോസ്പിറ്റലിനെ ബാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഒരു പ്രശ്നമായിട്ടുണ്ട്, നമുക്കൊന്ന് പരിഹരിക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കേട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം നമ്മുടെ ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് പോകണമെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. സിസ്റ്റം അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട്. Then organizations are depend upon their environment in two main ways. Okay, രണ്ട് മെയിൻ വേസിൽ പ്രധാനമായിട്ടും two main വേസിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ്
The organization requires input from the environment in the form of raw material, people, money, ideas, and so on. Okay, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. കുറച്ച് റോ മെറ്റീരിയൽസ് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും നമുക്കറിയാം ചില അസംസ്കൃത വസ്തുക്കളൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം മെറ്റീരിയൽസ് മാത്രം കൂടിയ പോരാ, അവിടെയുള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തണം അല്ലെ. നല്ല എംപ്ലോയീസിനെ നമുക്കറിയാം നല്ല റിസോഴ്സസ് ആയിട്ട് നല്ല അസറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ കേസ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് എവിടെ നിന്നെങ്കിലും അവൈലബിൾ ആയ അല്ലെ അവരുടെ കോസ്റ്റിൽ താങ്ങാൻ പറ്റുന്ന എംപ്ലോയീസിനെ കണ്ടെത്താനൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ മണി, ഐഡിയാസ് അല്ലെ, ഇതെല്ലാം തന്നെ നമുക്കറിയാം ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത രണ്ട് രീതിയിലാണ് നമ്മൾ ഓർഗനൈസേഷൻസ് അല്ലെ അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഹസ്ബൻഡ് പറയുന്നത് ഓർഗനൈസേഷൻ റിക്വയർസ് ഇൻപുട്ട് ഫ്രം എൻവയോൺമെന്റ്. പരിസ്ഥിതിയിൽ നിന്ന് നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടിനെ കണ്ടെത്താം. അതായത് നമ്മൾ റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്യണം. മണി ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, ഐഡിയ വെച്ചുകൊണ്ട് മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെ കൈകാര്യം ചെയ്യുന്നതിന് മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസും എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിനെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇവര് ഈ ഐഡിയ വെച്ചിട്ട് ഈ നിശ്ചിതമായിട്ടുള്ള എംപ്ലോയീസിനെ വെച്ച് മെഷീനൊക്കെ ടെക്നോളജിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് മോസ്റ്റ്ലി ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ലഭ്യമാകുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കുക. ഫസ്റ്റ് the organization requires inputs from the environment in the form of raw material, people, money, ideas, and so on. The organization itself can be thought of as performing a certain transformation process on its input in order to create output in the form of products or a service. Okay, നമുക്കറിയാം ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ ബീയിനും മെഷീൻസും അവിടുത്തെ ഹൈറാർക്കി സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ഐഡിയാസ് ഒക്കെ വെച്ച് അല്ലെ ലഭ്യമാകുന്ന മണി കാര്യങ്ങളൊക്കെ ചെലവഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് റിസൾട്ട് വരുന്നത്. ഹോസ്പിറ്റലിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്? സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ സർവീസ് ആണ് അവരിൽ നിന്നും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ റോ മെറ്റീരിയൽസും മെഷീൻസും മണി അല്ലെ അവർ ഉദ്ദേശിക്കുന്ന ഐഡിയാസ് ഒക്കെ വെച്ച് എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? യെസ്. അപ്പൊ മനസ്സിലാക്കി പോവുക. Organization itself can be thought of as performing certain transformation process. അല്ലെ, നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആണ് അവിടെ നടപ്പാക്കുന്നത്. അതായത് നമുക്കറിയാം ഉള്ള മണിയും കുറെ ഐഡിയാസ് ഒക്കെ വെച്ച് എംപ്ലോയീസ് ടെക്നോളജിയുടെയും മെഷീൻസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവർ നല്ല രീതിയിലുള്ള സേവനങ്ങൾ റിസൾട്ട് ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടപ്പാക്കുന്നത്. On its input in order to create output in the form of products or a service. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം അത് പ്രോഡക്റ്റ് ആയിട്ടും സർവീസ് ആയിട്ടും ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. Secondly, the association depends on the environment that is public to accept its output, that is products or service. ഓക്കെ, രണ്ടാമതായിട്ട് മനസ്സിലാക്കുക, നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ചത് കൊണ്ടോ സർവീസ് നല്ല രീതിയിൽ അവൈലബിൾ ആക്കിയത് കൊണ്ടോ കാര്യമില്ല അല്ലെ. അതിന് മതിയായ രീതിയിലുള്ള ഉപഭോക്താക്കൾ ഉണ്ടാവണം, അതായത് കസ്റ്റമേഴ്സ് ഉണ്ടാവണം അല്ലെ. ഒരു സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും മതിയായ രീതിയിൽ മാർക്കറ്റിൽ വിപണനം ചെയ്താൽ മാത്രമാണ് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടോ അല്ലെ, നല്ല മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടോ ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ നന്നായിട്ട് നല്ല യോഗ്യരായിട്ടുള്ള എംപ്ലോയിയെ സെലക്ട് ചെയ്ത് നമ്മൾ കൈകാര്യം ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. ആ റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട് മതിയായ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതായത് കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും റിസ്ക് എടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ടു മെയിൻ വേസ്. ഫസ്റ്റ്ലി മനസ്സിലാക്കുക, ഓർഗനൈസേഷൻ ഒരുപാട് ഇൻപുട്സുകൾ കൈകാര്യം ചെയ്ത് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് അവിടെ നടപ്പാക്കുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ റിസൾട്ട് അല്ലെ അത് ഗെയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്കറിയാം എൻവയോൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. അതായത് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതിനെ
നമുക്കറിയാം ആ പ്രോഡക്റ്റിനെയും സർവീസസിനെയും എല്ലാം തന്നെ മതിയായ രീതിയിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയറോ? ഓക്കെ, അപ്പൊ സിസ്റ്റം അപ്രോച്ചിൽ നമുക്കറിയാം നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോയാലാണ് നമുക്ക് നന്നായിട്ട് അതിന്റെ റിസൾട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. The system view of organization, thus the accelerate the key interdependence that organism must manage. Okay, അതില് ഊന്നി പറയുന്നത് അല്ലെ, അസെന്റുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയുന്നത് എന്താണ്? ഊന്നി പറയുന്നത് അവരുടെ വിഷനത്തിൽ എന്ത് കാര്യമാണോ ഊന്നി പറയുന്നത്? എല്ലാ കീ ഫാക്ടേഴ്സും ഇന്റർഡിപെൻഡന്റ് ആണ്, അതായത് ഒന്നൊന്നിനോട് ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നു. നല്ല കസ്റ്റമേഴ്സ് വേണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനത്തില് നല്ല രീതിയിൽ റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെയൊക്കെ ഹാപ്പി ആക്കി അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ ഹാപ്പി ആക്കി മതിയായ രീതിയിലുള്ള മെഷീൻസും സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്ത് അല്ലെ, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമോ അവിടെയെല്ലാം തന്നെ മതിയായ രീതിയിലൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്തു പോയാലാണ് നല്ല റിസൾട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. Okay, within themselves, the organization must trade off interdependencies among people, task, technology, and structure in order to perform their transformation process. Okay, transformation process is effective. Just transformation effectively and efficiently. Like കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് പോകേണ്ടതുണ്ട് അല്ലെ, ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. ശരിയല്ലേ? ശരിയാണോ? എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആവണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ, സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, അവർക്ക് മതിയായ സാലറി ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് അവര് ഹാപ്പി അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ബെറ്റർ സേവനങ്ങളല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇനി ഇൻ കേസ് അവരൊക്കെയാണ് മതിയായ രീതിയിലുള്ള മെഷീൻസും അല്ലെ പുതിയ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊന്നും പാലിച്ചു പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ട് അല്ലെ മറ്റു മത്സരാധിഷ്ഠിതമായ രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് പിടിച്ചു നിന്ന് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് കിട്ടും എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഫലപ്രാപ്തിയോടും കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. Okay, then organizations must also recognize their interdependence with the broader environment within which they exist. Okay, അതിന് നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്യണം, മതിയായ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ഫേം വിജയിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വരാട്ടോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, organization must trade off interdependence among people, task, technology, and structure in order to perform their transformation process effectively and efficiently. Effectively, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ എന്തൊക്കെ ഇന്റർഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം? പത്ത് വയ്ക്കുക, പീപ്പിളും ടാസ്കും ടെക്നോളജിയും സ്ട്രക്ചർ ഒക്കെ ആയിട്ട് ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്നുള്ളത്? ഓക്കെ അല്ലേ? അതായത് മതിയായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇൻപുട്സ് അല്ലെ, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ആ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ റിസൾട്ട് ആക്കിയ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിട്ട് കൊണ്ടുവരിക. അതായത് റിസൾട്ട് ആയിട്ടുള്ള സർവീസ് പ്രോഡക്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് അവിടെ നടപ്പാക്കണം. ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എംപ്ലോയിയും ടെക്നോളജിയും മെഷീൻസ് എല്ലാം തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് റിസൾട്ടുകൾ ഔട്ട്പുട്ട് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് ഔട്ട്പുട്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്ലൈൻ ചെയ്ത് പോയില്ലേ? എന്താണ് ഇൻപുട്സ് എന്നായിട്ട് പറയുന്നത്?
എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്? ഓക്കെ, ഏതാണ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോവുക. അല്ലേ? അയച്ചു നോക്കിയോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. അതായത് അവിടെ ഒരു മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഒരു ചാർട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഐഡിയ? ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി ഒരു സമയം എന്താണ്, കാരണം ഇതില് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി പോകാനായിട്ടുള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ, ഒരുപാട് ബിസിനസ് ഫേമുകളുണ്ട്, ഫാക്ടറികളുണ്ട്, കമ്പനികളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, then അതേപോലെ തന്നെ ഡിഫൻസ് അല്ലെ, അവിടെ പട്ടാളവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ സമൂഹം തന്നെ നമ്മൾ തന്നെ നിലനിൽക്കുന്ന എല്ലാവരുടെയും കൂടി സേവനങ്ങളും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും നല്ല രീതിയിലുള്ള നിയന്ത്രണത്തിന്റെയൊക്കെ അല്ലെ, അതിന്റെയൊക്കെ ബലത്തിലാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലെ. ഹോസ്പിറ്റൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കേസ് പോലീസും അല്ലെ, അവരൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പ്രൊഡക്ഷനൊക്കെ അവിടെ അവൈലബിൾ ആകുന്നത് കൊണ്ടാണ് നമുക്ക് മിതമായ രീതിയിലൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഫേമുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലെ. ബിസിനസ് ഫേമുകൾക്കപ്പുറം സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളും ഉണ്ട്, പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ശരിയല്ലേ? പ്രൊഡക്ഷൻ ഓറിയന്റഡ് ഉണ്ട്, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ഫേമുകളുണ്ട്. അതിന്റെയൊക്കെ അല്ലെ നല്ല രീതിയിലുള്ള ഫ്ലോ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഓരോ ബിസിനസ്സും അത് ഡെവലപ്പ് ചെയ്ത് അത് കൈകാര്യം ചെയ്ത് പോകുന്നതിനും വ്യത്യസ്ത രീതികളിലുള്ള ഓരോരോ കാര്യങ്ങളാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാര് അല്ലെ, അതെങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ജോലി അല്ലെ അതെങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലതിൽ ഭയങ്കര കൺട്രോളിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചില മേഖലകളിൽ ചില സർവീസുകളിലൊക്കെ ഭയങ്കര അച്ചടക്കത്തോടു കൂടി അല്ലെ മസ്റ്റായിട്ട് നല്ല ഒരു രീതിയിൽ കൺട്രോളിങ് സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ചില സ്ഥാപനങ്ങളിലൊന്നും മസ്റ്റായിട്ടുള്ള ഒരു ഭയങ്കര കർക്കശമായിട്ടുള്ള കൺട്രോളിങ് സിസ്റ്റം കൊണ്ട് ആ ഒരു കാര്യത്തിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതൊരു സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് അല്ലെ. ഒരു ഡിഫൻസ് ടീമിൽ നമുക്കറിയാം അവിടെ
കമാൻഡർ പറയുന്നത് അനുസരിച്ചിട്ട് ക്വിക്കായിട്ട് തന്നെ എല്ലാവരും എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലെ. അവിടെ ഒരു ഇടയ്ക്കുള്ള പ്രശ്നം ഇതുകളൊന്നും ഇല്ല അല്ലെ. എന്താണ് കമാൻഡിങ് ഓർഡർ വരുന്നത് ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യണം അല്ലെ. ഡിഫൻസ് ഒക്കെ അങ്ങനെയല്ലേ അല്ലേ. പട്ടാള് പറഞ്ഞോ അല്ലെ കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ. ഓക്കെ, അപ്പൊ ഇൻ കേസ് യുദ്ധമൊക്കെ പുറപ്പെടുമ്പോഴൊക്കെ അവര് ഡിഫൻസിൽ ഓർഡർ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് കമാൻഡിങ് അല്ലെ അതിനനുസരിച്ചിട്ട് തന്നെ അനുസരണയോട് കൂടിയിട്ടാണ് അതിന്റെ അണ്ടറിലുള്ള സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതേസമയം നമുക്കറിയാം ഇപ്പോ എന്തെങ്കിലും നെറ്റിന്റെ അല്ലെ ഇപ്പോ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്ന ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ കുറച്ചും കൂടി കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയൊക്കെയാണ്. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകളുടെയും കൂടിയൊക്കെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് തൊഴിലുടമ കുറെ ടാർഗറ്റുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ അടിച്ചേൽപ്പിച്ച ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം അവരെയും കൂടി എംപ്ലോയീസിന്റെയും കൂടി അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്താൽ നല്ല രീതിയിൽ ആ ബിസിനസ് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ചില ബിസിനസ്സിൽ അല്ലെങ്കിൽ ചില സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും ചിലതിൽ കമാൻഡിങ് ഓർഡർ ഒക്കെ ഓക്കെ ആയിരിക്കും. ചിലതിലൊക്കെ ഈ ഇൻവോൾവ്മെന്റും കൂടി അല്ലെ ഈ എംപ്ലോയീസിന്റെ ഒക്കെ പങ്കാളിത്തം കൂടിയൊക്കെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതികളുണ്ട് അല്ലെ. മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ അത് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാനായിട്ട് പാടുള്ളൂ, എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, ഏത് രീതിയിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് ഇവിടെ വരുന്നത്. ബേസിസ് ഓഫ് മോഡൽ, ദെൻ മാനേജീരിയൽ ഓറിയന്റേഷൻ, എംപ്ലോയി ഓറിയന്റേഷൻ, എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട്, എംപ്ലോയി നീഡ്സ് മെറ്റ്, പെർഫോമൻസ് റിസൾട്ട്, അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും അണ്ടറിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചാർട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എക്സാമ്പിളിലൂടെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ലാസ്റ്റ് പാർട്ടിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. എക്സാമ്പിൾ ഡിഫൻസ് ടീം. ഓക്കെ, ഒരു പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക്. ഓക്കെ, നമുക്കറിയാം അവിടെ അധികാരങ്ങളൊക്കെ ഒരു കമാൻഡിങ് പവറോട് കൂടിയിട്ടായിരിക്കും കൈകാര്യം ചെയ്തത് അല്ലേ, ശരിയല്ലേ. അധികാര ശക്തിയൊക്കെ മേലധികാരികളിൽ നിക്ഷിപ്തമല്ലേ. ഓക്കെ, അപ്പൊ ഡിഫൻസ് ആവുമ്പോൾ നമുക്കറിയാം അതിന്റെ അധികാരം എന്ന് പറയുന്നത് അതിന് പ്രത്യേക പവർ ഉണ്ട് അല്ലെ. നമുക്കറിയാം അതിന്റെ ഏറ്റവും ടോപ്പിലുള്ളവരുടെ പവർ, അത് അവരുടെ അധികാരം അനുസരിച്ചിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. മാനേജീരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അധികാരത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ദെൻ എംപ്ലോയി ഓറിയന്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒബീഡിയൻസ് ആണ്, അതായത് അവരുടെ അണ്ടറിലുള്ള സ്റ്റാഫുകളൊക്കെ അവരെന്താണോ പറയുന്നത്, അധികാരികൾ എന്താണോ പറയുന്നത് അത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തൃപ്തികരമായിട്ടായിരിക്കില്ല. ഓക്കെ, കിട്ടുന്നില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഡിഫൻസ് ടീം. ഡിഫൻസ് ടീമിൽ നമ്മൾ പറഞ്ഞു ഒരു അധികാര ശക്തിയാണ് അവിടെ ഉള്ളത്. ഓക്കെ, മേലധികാരികൾ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതായത് അതോറിറ്റി അധികാരത്തിൽ നിക്ഷിപ്തമാണ്. ദെൻ എംപ്ലോയിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അവരെന്താണോ കമാൻഡ് ചെയ്യുന്നത് അതനുസരിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. ദെൻ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് അവർക്ക് എങ്ങനെയായിരിക്കും, ചില കാര്യങ്ങളൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടാവില്ല, ശരിയല്ലേ. സൈനികരൊക്കെ അവര് പറയുന്ന ഓർഡറൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ചില തീരുമാനങ്ങളോട് അവർ വിയോജിപ്പുണ്ടാവും, പക്ഷേ അവരുടെ ആ ഒരു രീതി, അവരുടെ ആ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് അവർക്ക് അത് അനുസരിച്ച് പറ്റൂ അല്ലെ. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവര് ഹാപ്പി ആയിട്ടായിരിക്കില്ല അവരുടെ സേവനം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയി സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ഡിപെൻഡ് ഓൺ ബോസ്. ബോസ് പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ടേ പറ്റൂ. ആ ഒരു രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. എംപ്ലോയി നീഡ്സ് മെറ്റ് നമുക്കറിയാം തീർച്ചയായിട്ടും
അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവര് തയ്യാറാവില്ല അല്ലെ. മോസ്റ്റ്ലി നമുക്കറിയാം നല്ല സാലറി ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറം ഇവരുടെ താല്പര്യങ്ങൾക്കോ പ്രിഫറൻസിനൊന്നും ഒരു പരിഗണനയും ഉണ്ടാവില്ല അല്ലെ. ദെൻ പെർഫോമൻസ് റിസൾട്ട്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അവരെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കില്ല ചിലത്. നമുക്കറിയാം രാഷ്ട്രത്തിനോട് രാജ്യത്തിനോടൊക്കെ കൂറുള്ളവരൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ അങ്ങനെ നല്ല രീതിയിൽ കൂറുള്ളവരൊക്കെ ഒരു പക്ഷേ റിസൾട്ടുകൾ ഉണ്ടാവും. പക്ഷെ പൊതുവെ ഒരുപാട് എംപ്ലോയീസിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അവര് കമാൻഡിംഗ് ഓർഡറിനോട് ചിലപ്പോൾ താല്പര്യമുള്ളവരാകണമെന്നില്ല. അവരതിനനുസരിച്ചുള്ള റിസൾട്ടുകളായിരിക്കും, മിനിമം റിസൾട്ട് ആയിരിക്കും അവര് പ്രകടമാകുന്നത്. ഓക്കെ, ദെൻ നമ്മള് എക്സാമ്പിൾ സഹിതമാണ് പഠിച്ചു പോയത്. അപ്പൊ ഫസ്റ്റ് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് നമുക്കറിയാം ഡിഫൻസ് ടീമൊക്കെ ആണെങ്കിൽ അവരുടെ പവർ എന്ന് പറയുന്നത്, അധികാര ശക്തി എന്ന് പറയുന്നത് ഏറ്റവും തലപ്പത്തിരിക്കുന്നവരുടെ ആ ഒരു അധികാരത്തില് നിക്ഷിപ്തമാണ്. ദെൻ അവരുടെ കീഴിലുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് അവരെ അനുസരിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ്. ദെൻ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിപെൻഡന്റ് ഓൺ ബോസ്. വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിൽ, വലിയ കുഴപ്പമില്ലാത്ത കമാൻഡർ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മാനസികമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഭയങ്കര സ്ട്രഗിൾ കൊടുക്കാത്ത വിധത്തിലുള്ള ബോസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. എംപ്ലോയി നീഡ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് കിട്ടണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. പെർഫോമൻസ് റിസൾട്ട് ആണെങ്കിലും മിനിമം ആയിരിക്കും അവരുടെ പെർഫോമൻസ് റിസൾട്ട്. കാരണം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കില്ല ആ എംപ്ലോയീസ് അവരുടെ വർക്കുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മോഡൽ ഒക്കെയാണോ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. അടുത്തൊരു മോഡലിലേക്ക് നമുക്ക് പോകും. ഇതാണ് കസ്റ്റോഡിയൽ മോഡൽ. ഇതാണ് കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംരക്ഷണ മാതൃകയാണ് അവിടെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിന്റെയും എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. ഗാർമെന്റ്സ് ഫാക്ടറി, നമുക്കറിയാം ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട് അല്ലെ. അവിടെ ഒരുപാട് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടേറിയ പണികളൊക്കെ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് യന്ത്രങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടാവാം, ഒരുപാട് ചൂട് സഹിക്കേണ്ടതുണ്ടാവാം, അങ്ങനെ അല്ലെ. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള ഫാക്ടറികളൊക്കെ ഉണ്ടാവും. കാരണം നമുക്കറിയാം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. വ്യത്യസ്ത കാര്യങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും അവിടെ നടപ്പാക്കുന്നത്, അതായത് ഉത്പാദനമായിരിക്കും അവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഫാക്ടറികൾ. അപ്പൊ ഏത് തരത്തിലുള്ള ഫാക്ടറിയും ആവാം കേട്ടോ. നമുക്കറിയാം വ്യത്യസ്ത പ്രോഡക്റ്റുകളുണ്ട് അല്ലെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ട്സ് അല്ലെ, ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റും നമുക്ക് ഉത്പാദിപ്പിക്കുന്നതിനെ നമുക്ക് കസ്റ്റഡിയിൽ ആ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ വരുന്ന ഫാക്ടറികളിൽ പ്രധാനമായിട്ട് ജീവനക്കാരെ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അവരുടെ ഹെൽത്ത് അല്ലെ, അവരുടെ ആരോഗ്യം സുരക്ഷിതമായിട്ട് തന്നെ കിട്ടണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അവർ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. പണി അല്ലെ, നമുക്കറിയാം സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതിനപ്പുറം തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യം ഇത്രയും റിസ്ക് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അല്ലെ, ഹെൽത്ത് അത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്ന് ഏതൊരു ഉപായം ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ബേസിസ് ഓഫ് മോഡൽ നോക്കുമ്പോൾ എക്കണോമിക് റിസോഴ്സ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടായിരിക്കും തൊഴിലുടമ അവിടെ ഫാക്ടറിയൊക്കെ രൂപകൽപ്പന ചെയ്തത്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബിൽഡിംഗ് വേണ്ടി വരും, അവിടെ ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും, എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒക്കെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ അവിടേക്ക് ആവശ്യമായിട്ട് വരും. തന്നെ നമ്മുടെ മാനേജറിയൽ ഓറിയന്റേഷൻ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊഴിലുടമ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. എംപ്ലോയി ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്. ഓക്കെ, അവിടെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവര് ജസ്റ്റ് മണി കാര്യം മാത്രമല്ല അല്ലെ, നമ്മുടെ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ ഹെൽത്തും സംരക്ഷിക്കപ്പെടണമെന്ന് അവർ മോസ്റ്റ്ലി ആഗ്രഹിക്കും അല്ലെ. ചില ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവർ താല്പര്യം കാണിക്കാത്തത് ഈ പറഞ്ഞ മാതിരി സുരക്ഷാ കാര്യങ്ങൾക്കൊന്നും പ്രിഫറൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് വറീഡാവും. സോ അവിടെ അല്ലെ, അവിടെ വർക്ക് ചെയ്യാനായിട്ട് അവര് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ് ഇത്തരത്തിലുള്ള ഫാക്ടറികളിൽ വർക്ക് ചെയ്യണമെങ്കിൽ എംപ്ലോയി കുറച്ചും കൂടി പ്രിഫറബിൾ ആകുന്നത് ജസ്റ്റ് ബെനിഫിഷ്യൽ പാക്കേജ് മാത്രമല്ല, അവരെ സുരക്ഷയ്ക്കും കൂടി പ്രാധാന്യമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ?
ഓക്കെ അല്ലേ? ഓക്കെ, വീണ്ടും എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. ഓക്കെ, തൊഴിലാളികളുടെ ഷിഫ്റ്റ് ഡ്യൂട്ടികൾ നമുക്കറിയാം, പല സ്ട്രക്ചറും ഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫാക്ടറികളിലാണെങ്കിലും അവര് ഭയങ്കര നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് 1 day ലീവ് ഒക്കെ കൊടുത്ത് അതിനുശേഷം വീണ്ടും കയറാവുന്ന സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പൊ സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ, ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ എംപ്ലോയി നീഡ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് സെക്യൂരിറ്റി വേണമെന്നുള്ളതാണ്, സുരക്ഷ വേണമെന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. എല്ലാ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ അവരെ ആഗ്രഹിക്കുന്നത് അവർക്ക് അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ വലിയ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കാനായിരിക്കും. സോ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ ചൂടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ല എസിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സെക്യൂരിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ദെൻ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ പാസീവ് കോർപ്പറേഷൻ. എല്ലാവരെയും പങ്കാളിത്തത്തോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത്യാവശ്യം നല്ല റിസൾട്ട് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ അവിടെ നമ്മൾ ആ ഒരു കസ്റ്റോഡിയൽ മോഡലിലേക്ക് എടുത്തു പറയുമ്പോൾ നമുക്കറിയാം ഫാക്ടറി കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും ഈ ഒരു മോഡൽ എടുത്തു പറയുന്നത്. എക്കണോമിക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടായിരിക്കും തൊഴിലുടമ അവിടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. അവരെ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റ് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ വർക്ക് ആവശ്യമാണ്. എംപ്ലോയീസിന്റെ ഇത്തരത്തിലുള്ള എഫേർട്ട് ആവശ്യമാകുമ്പോൾ എംപ്ലോയി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷാ കാര്യങ്ങളാണ്. ബെനിഫിഷ്യൽ ആയിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് അവരെ മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ സുരക്ഷാ കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ മോണിറ്ററി ബെനിഫിറ്റ്സും അവരെ ആഗ്രഹിക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിസൾട്ടിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം ഓർഗനൈസേഷൻ അവരുടെ സ്ഥാപനം എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഒന്നും കൂടാത്ത പല കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. ദെൻ മോസ്റ്റ്ലി എംപ്ലോയീസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആണ്. ദെൻ പാസീവ് കോർപ്പറേഷൻ അല്ലെ, മിനിമം റിസൾട്ടിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ ഹാപ്പി ആക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻവോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ടുകളൊക്കെ നല്ല ബെറ്റർ ആയിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെയാണോ? കസ്റ്റോഡിയൽ മോഡൽ നോക്കിയല്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ട് പോകുന്നില്ലേ? കഥ കേൾക്കണമെന്നും ഇരിക്കാനോ? മനസ്സിലായി പോകുന്നില്ലേ? പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. വിച്ച് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ഇൻ കേസ് നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ അല്ലെ, ഇൻ കേസ് ഫാക്ടറി കാര്യങ്ങൾക്കൊക്കെ ഏത് മോഡലാണ് പ്രിഫറബിൾ ആകുന്നത്, വിച്ച് മോഡൽ അല്ലെ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇൻ കേസ് ഡിഫൻസ് ടീം പ്രിഫർ ചെയ്യുന്ന മോഡൽ ഏതാണ്, ഓട്ടോക്രാറ്റിക് മോഡലാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ മനസ്സിലാക്കിയെടുക്കുക ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മോഡലുകൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. എംപ്ലോയീസിനെ നിയന്ത്രിച്ചും എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് റിസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതിലെ കമാൻഡിങ് പവറെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അതേസമയം ചിലതിലും അവരുടെയും കൂടി ആഗ്രഹത്തിനൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടീവ് മോഡൽ. സപ്പോർട്ടീവ് മോഡലിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു പിന്തുണ അല്ലെ, ഒരു പിന്തുണ നിൽക്കുന്ന ഒരു മനോഭാവമാണ് സപ്പോർട്ടീവ് മോഡലിലുള്ളത്. ഓക്കെ, നമുക്ക് വീണ്ടും എക്സാമ്പിളിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഫോമുകളൊക്കെ അത്തരത്തിലുള്ള ഫോമുകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ബിസിനസ് ഫേമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം. ഓക്കെ, ലീഡേഴ്സ് എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരൊരു സപ്പോർട്ട് ഉണ്ടാവണം അല്ലെ. പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൈകാര്യം ചെയ്തൊക്കെ പോകുന്നത്. സോ എവിടെയെങ്കിലും പരാജയപ്പെട്ട അതോടുകൂടി അവരെ ചെക്ക് ചെയ്ത് പുറത്താക്കുകയും അവരെ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ അങ്ങനത്തെ കമ്പനിയിൽ പോകാൻ തന്നെ ആഗ്രഹിക്കില്ല. അല്ലെ, കുഴപ്പമില്ല, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സന്നദ്ധരായിട്ടുള്ള ഒരു
ഒക്കെ ആണെങ്കിൽ അവരെ കുഴപ്പമില്ലാതെ തന്നെ അത്തരത്തിലുള്ള കമ്പനികളൊക്കെ പ്രിഫർ ചെയ്തിട്ട് ജോലിക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവിടെ പറയാണ് സപ്പോർട്ടിംഗ് മോഡൽ ലീഡർഷിപ്പ് ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം മാനേജ്മെന്റ് കൈക്കൊള്ളുന്നത്. എംപ്ലോയി ഓറിയന്റേഷൻ ആണ് എങ്കിൽ എന്താണ് ജോബ് ആൻഡ് പെർഫോമൻസ്. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ജോലി കാര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നമുക്കറിയാം ജോലി വലിയ കുഴപ്പമില്ലാത്ത ജോലിയൊക്കെ ആയിരിക്കും, ഒരുപാട് സ്ട്രെസ് ഉള്ള ജോലികളൊന്നും ആവരുത്. നമുക്കറിയാം അവർക്ക് അറിയാവുന്ന ഒരു ജോലിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവരെ പ്രകടിപ്പിക്കും, അതായത് നല്ല രീതിയിൽ തന്നെ റിസൾട്ടുകൾ അവരെ കാഴ്ചവെക്കും. ഓക്കെ, വീണ്ടും എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒരു പാർട്ണർഷിപ്പ് പോലെ തന്നെ അവരെ കൈകാര്യം ചെയ്യും. എന്നാൽ നമുക്കറിയാം പുതുമ നിറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്ത് അവർ നടപ്പാക്കി ഓരോ റിസൾട്ട് ക്ലീൻ ചെയ്യുന്നത്, അവർ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. സോ അവര് ലീഡറായിട്ട് മാത്രം നിന്നാൽ പോരാ, ഇതിലൂടെ ഒന്നിച്ചു ചേർന്ന് അല്ലെ ഒത്തൊരുമയോട് കൂടിയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു മനോഭാവം അവിടെ പ്രകടമാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വലിയ മാനസിക സമ്മർദ്ദമൊന്നും ഇല്ലാതെ അവർക്ക് ഡ്യൂട്ടിയിൽ വ്യാപകമാകാനായിട്ട് സാധിക്കും. എംപ്ലോയി നീഡ് മീറ്റ് എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, നല്ല സോഫ്റ്റ്വെയർ ഫേമിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു ജോലിയൊക്കെ തന്നെയാണ് അല്ലെ. നല്ല സ്റ്റാറ്റസ് ഡിഗ്രി ഉള്ള അന്തസ് നിറഞ്ഞ ജോലിയൊക്കെ തന്നെയാണ്. അവരുടെ അംഗീകാരങ്ങൾ കുറിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം ആർട്ടിസ്റ്റുകളൊക്കെ ഫുൾഫില്ലൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവാർഡ്സോ എന്തെങ്കിലൊക്കെ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ അവര് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സെക്യൂരിറ്റിനെയൊക്കെ കൂടുതലോ അല്ലെ, ഒരുപാട് റിസ്ക് പിടിച്ച പണികളൊന്നല്ല അവർ ചെയ്യുന്നത്. റിസ്ക് പിടിക്കാത്ത വലിയ പണി പോലെ ചിലപ്പോൾ ആണെങ്കിലും ടേബിളും ചെയറുണ്ട് എയർ കണ്ടീഷനിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. പക്ഷേ അതിനേക്കാൾ തല ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർ അത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അംഗീകാരം അവർക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടമാക്കുന്നത്. ശരിയല്ലേ? നല്ല പ്രവർത്തിക്കേണ്ടതില്ലേ? സോഫ്റ്റ്വെയർ ഫേമുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് രണ്ടുപേരില്ലേ? അല്ലേ? അവര് നന്നായിട്ട് ടാസ്ക് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അതിനായിട്ടുള്ള ഒരു അവാർഡ്സ് അല്ലെ, എന്തെങ്കിലും റെക്കഗ്നേഷനൊക്കെ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടി അവരെ വലിയ ഇത്രയും ടാസ്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു നല്ലൊരു രീതിയിൽ തന്നെ അപ്രീസിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഓക്കെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെർഫോമൻസ് റിസൾട്ട് ഓക്കെ വെക്കേണ്ട ട്രയൽസ് ഓക്കെ അവിടെ വീണ്ടും പറയാണ്. പെർഫോമൻസ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഉത്സാഹമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തന്നെയായിരിക്കാം അവരെപ്പോഴും പരിശ്രമിക്കേണ്ടത് അല്ലെ. അവർ ഉത്സാഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവര് വീണ്ടും നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഉത്സാഹത്തോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവരെ ഉത്സാഹഭരിതരാക്കണമെങ്കിൽ ഈ പറഞ്ഞ അതിൽ സെക്യൂരിറ്റി കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവാർഡും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ റെക്കഗ്നേഷനും കാര്യങ്ങൾക്ക് അല്ലെ അംഗീകാരം കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതകൾ. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ മോഡലില് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്ത കാര്യങ്ങളാണ് ജസ്റ്റ് നമ്മൾ കണ്ടത്. ഓക്കെ, അതിന് പ്രിഫറൻസ് എംപ്ലോയീസിന്റെ നീഡ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നേഷൻ, അംഗീകാരങ്ങൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ. ആണോ? കസ്റ്റോഡിയൽ മോഡലിനോ? കസ്റ്റോഡിയൽ മോഡലിനോ എംപ്ലോയീസ് നീഡ്സിന് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? അതെന്തായിരിക്കും കൂടുതൽ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന കാര്യം? സെക്യൂരിറ്റി അല്ലെ, സുരക്ഷ, ജോലി സുരക്ഷ ഉണ്ടോ എന്നാണ് അവർക്ക് മോസ്റ്റ്ലി വേണ്ടത് അല്ലെ. എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്റെ ഹെൽത്ത് അല്ലെ അതിന് സുരക്ഷ ഉണ്ടോ എന്നാണ് മെയിൻലി അവര് ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മനുഷ്യ ബെനിഫിറ്റ് വേണ്ടാന്നല്ല, പക്ഷെ അതിനപ്പുറം സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമായിരിക്കും അവര് ഡ്യൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോഫ്റ്റ്വെയർ ഫേമുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അംഗീകാരങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അല്ലേ? ക്ലിയർ ആയിട്ട് പോകുന്നില്ലേ? മോഡൽ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. കൊളീജിയൽ മോഡൽ അല്ലെ. എന്താണ് കൊളീജിയൽ എന്ന് പറയുന്നത്?
ഓക്കെ, അവിടെയും നമുക്കറിയാം ഒരു പങ്കാളിത്ത സ്ഥാപനങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. സോഷ്യൽ ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു പങ്കാളിത്ത സ്ഥാപനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പങ്കാളിത്ത സ്ഥാപനമാകുമ്പോൾ അവിടെ ഒരു ടീം വർക്ക് ആവശ്യമാണ് അല്ലെ. ഇരുകൂട്ടരും നല്ല രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായിട്ട് വരണം. അതായത് കേസ് തൊഴിലുടമ തൊഴിലാളികൾ എന്നുള്ള അവരെല്ലാം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഉണ്ടാവാം. റെസ്പോൺസിബിൾ ബിഹേവിയർ, എംപ്ലോയീസ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം അല്ലെ. നമ്മൾക്ക് ഉള്ള മേലധികാരികൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആരെയാണ് കാണേണ്ടത് അവരോട് ഒരു ബഹുമാനാർത്ഥം തന്നെ കൈകാര്യം ചെയ്തു പോകണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നല്ലൊരു കൺട്രോളിംഗ് പവറോട് കൂടി പോകാൻ പറ്റും അല്ലെ. ഒരു ഉടപ്പൻ മട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനും വിജയിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരു ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുത്തുള്ള ഒരു നിലപാട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. തന്നെ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസിപ്ലിൻ. ഇവിടെ ചിലപ്പോ ഒരു പാർട്ണർഷിപ്പ് ഒക്കെ നമ്മള് ഭയങ്കരമായിട്ട് ആരും കമ്പയർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല അല്ലെ. കാരണം നമ്മുടെ ഇരുകൂട്ടരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ഒക്കെ ആകുമ്പോൾ കമ്പയർ ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. സോ സെൽഫായിട്ട് തന്നെ ഒരു അച്ചടക്കം പാലിച്ചു പോകണം. ഞാനും നല്ല രീതിയിൽ അധ്വാനിച്ച് അല്ലെ, മറ്റൊരു കൂട്ടരും നല്ല രീതിയിലൊക്കെ അധ്വാനിച്ചാൽ മാത്രമാണ് റിസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മനോഭാവത്തിൽ തന്നെ സെൽഫായിട്ട് നമ്മൾ അച്ചടക്കമൊക്കെ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എംപ്ലോയി നീഡ്സ് മീറ്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അവിടെ മറ്റൊരാളെ അംഗീകരിച്ചു തരാനോ അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു തരാനോ ഉണ്ടാവില്ല. സോ സെൽഫായിട്ട് നമ്മളുടേതായിട്ടുള്ള കഴിവും അല്ലെ ആ നോളജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അറിവും അല്ലെ അതേപോലെ തന്നെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെയാവുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് വേവിനെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു കമാൻഡും അവിടെ തരാനായിട്ട് ഇരുകൂട്ടരും ഉണ്ടാവണമെന്നില്ല. സോ നമ്മൾ സെൽഫായിട്ട് ഒരു അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സെൽഫായിട്ട് സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതും ആവശ്യമായിട്ട് വരുന്നു. പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് എന്തോസിയാസം അല്ലെ. അതായത് നമുക്കറിയാം ഉത്സാഹത്തോട് കൂടിയിട്ട് ഇരുകൂട്ടരും വർക്ക് ചെയ്യാണെങ്കിൽ എന്തായാലും റിസൾട്ട്. ഒരു പാർട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെങ്കിൽ ഉത്സാഹത്തോട് കൂടിയിട്ട് ഇരുകൂട്ടരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട്? ബെറ്റർ റിസൾട്ട് ആയിരിക്കും, മോശം റിസൾട്ട് ആയിരിക്കും? ബെറ്റർ റിസൾട്ട് ആയിരിക്കും അല്ലെ. കാരണം നമുക്കറിയാം ഇരുകൂട്ടരും ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർ ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. അവര് സെൽഫായിട്ട് നമുക്കറിയാം ഡിസിപ്ലിനൊക്കെ കാത്തു സൂക്ഷിച്ച് എന്നാൽ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ഒക്കെ ചെയ്ത് അല്ലെ ഒരു അത്യാവശ്യം ബഹുമാനാർത്ഥം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ റിസൾട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കും. കേസ് ഒരു പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരാള് വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല, മറ്റൊരാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ആ ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ പാളിച്ചയൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എപ്പോഴും അവിടെ ഒരു സെൽഫായിട്ട് എല്ലാവരും സ്വന്തം തന്നെ സെൽഫ് അക്യൂഷ്യലൈസേഷൻ നടത്തണം, സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കൂടെ പങ്കാളിത്തത്തോടെ അല്ലെ രണ്ടു കൂട്ടരും പരസ്പര സുഹൃത്തുക്കളോ അല്ലെ അവരൊക്കെ ആയിരിക്കും പാർട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ ഇരുകൂട്ടരും സെൽഫായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം, അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കണം, അല്ലെ പരസ്പരം റെസ്പെക്ട് ചെയ്ത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് കൂടി നമുക്ക് നോക്കാം. സിസ്റ്റം നോക്കി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ കാര്യമൊക്കെ തന്നെയാണ് അല്ലെ. നമുക്ക് അവിടെ കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങളൊക്കെ കോർപ്പറേറ്റീവ് ഫേംസ് നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു കൂട്ടം വ്യക്തികളൊക്കെ ഒന്നിച്ച് നിന്നിട്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ ട്രസ്റ്റുകളൊക്കെ രൂപീകരിച്ച് അവിടെ ഒരു സ്ഥാപനമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ പ്രധാനമായിട്ടുമുള്ള കാര്യം വിശ്വാസം അല്ലെ. വിശ്വാസമാണ് മുൻഗണനയോടെ നിൽക്കുന്നത് അല്ലെ. ബേസിക് മോഡൽ ഓഫ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസം അല്ല പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ലൊരു ധാരണയുണ്ടാവണം അല്ലെ. അവൻ ചെയ്യുന്നത് ശരിയാണോ, മറ്റൊരാള് ചെയ്യുന്നത് വിമർശനാത്മകമായ രീതിയിൽ പരസ്പരം വിമർശനത്തോടും അല്ലെ വേറെ നെഗറ്റീവ് ചിന്താഗതിയും കൂടിയിട്ടൊക്കെ വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടൊരു വിശ്വാസത്തിനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.
Then കെയറിങ് ആൻഡ് കമ്പാഷൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു പാഷനും അല്ലെ ഒരു എന്താ പറയാ കുറച്ചും കൂടി ഉത്സാഹത്തോടും കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പരസ്പരം എല്ലാവരെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ. ഒരാൾക്ക് വീഴ്ച പറ്റിയാല് നമുക്കറിയാം താങ്ങാനായിട്ട് പറ്റണം. ഏതെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടായാൽ അത് തിരുത്തി കൊടുക്കാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റണം. ഓക്കെ, അവർ ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോയി അക്സെപ്റ്റ് ചെയ്തല്ലേ പറയുന്ന കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താനായിട്ട് സ്വയം തയ്യാറായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ദെൻ സൈക്കോളജിക്കൽ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ എംപ്ലോയീസ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ മാനസികമായിട്ടും തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും സ്വന്തം ഓണർഷിപ്പോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. സ്വകാര്യ സ്ഥാപനം പോലെയല്ല, അവിടെ നമുക്കറിയാം ഒരു കോർപ്പറേറ്റീവ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒന്നിച്ചൊരു ടീമായിട്ടാണ് ഒരു സഹകരണ സംഘം രൂപവൽക്കരണം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ എല്ലാവരും തന്നെ അതിലെ പങ്കാളികളും ഓണർഷിപ്പും ഉള്ളവരാണ്. സോ അവർക്ക് മാനസികമായിട്ട് ആ ഒരു കാര്യം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം എല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ നമുക്കറിയാം. എല്ലാവരും ഒരുപോലെ തന്നെ സെൽഫായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെ, അതായത് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കാനായിട്ട് എല്ലാ പങ്കാളികളും പരിശ്രമിക്കണം അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒന്നിച്ചാണ് അത് കൈകാര്യം ചെയ്ത് പോകുന്നതെങ്കിലും അതിൽ ഓരോരുത്തരും ഓണേഴ്സ് ആണെന്നുള്ള കൺസിഡറേഷനിൽ ഓരോരുത്തരും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല പ്രചോദനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എംപ്ലോയി നീഡ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കൂട്ടം എംപ്ലോയീസ് ഒന്നിച്ച് നിന്നിട്ടാണ് വർക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ ആഗ്രഹമായിരിക്കില്ല മറ്റുള്ളവരുടെ ആഗ്രഹം അല്ലെ, വൈഡ് റേഞ്ച് ആയിരിക്കും. നമുക്കറിയാം എല്ലാ ആഗ്രഹങ്ങളൊക്കെ ഒരുപോലെ നമുക്ക് പുറത്തിണക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിജയിച്ചു പോകും. എവിടെയെങ്കിലൊക്കെ ചില അല്ലെ എവിടെയെങ്കിലൊക്കെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ അവിടെ നിർത്തി കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ്. ഓക്കെ, എന്നാ വീണ്ടും പറയാണ് പാഷൻ, കമ്മിറ്റ്മെന്റ്, ഓർഗനൈസേഷൻ ഗോൾസ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒന്നിച്ച് അവിടെ കൈകാര്യം ചെയ്ത് പോകുന്നത് അല്ലെ. ഒരു കോർപ്പറേറ്റീവ് ഫേം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ച് അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു ആവശ്യത്തോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ യൂത്തും ആൾക്കാരൊക്കെ കൂടി ചേർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ നല്ലൊരു പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു നിലപാടായിരിക്കും എല്ലാവരും സ്വീകരിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കും. അങ്ങനെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടായിരിക്കും അവരൊറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ സഹിതം ഒന്ന് ഓർത്ത് പോയാൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതായത് വിഷു മോഡലേഴ്സ് ഞാൻ പറഞ്ഞു, പാർട്ണർഷിപ്പ് ഫേമിനൊക്കെ ഏത് മോഡലാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, കൊളേജിയർ മോഡലാണ് അല്ലെ. ട്രസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സിസ്റ്റം മോഡലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ മോഡലില് ഏത് രീതിയിലാണ് നമുക്ക് അതിന്റെ റിസൾട്ടുകൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എംപ്ലോയിയുടെ നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ചില ഇതിലൊക്കെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആണെങ്കിൽ ചിലതിലൊക്കെ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് റെഗുലേഷൻ ആണ്. ഓക്കെ, ചിലതിലൊക്കെ ആണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാർട്ണർഷിപ്പും ട്രസ്റ്റൊക്കെ ഏതാണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു രീതിയൊക്കെ തന്നെയാണ്. അതായത് സെൽഫായിട്ട് തന്നെയാണ് അവർക്കെല്ലാം വേണ്ടത്. ഓക്കെ, അവര് എന്തെങ്കിലും പങ്കാളിത്തത്തോട് കൂടിയിട്ടായിരിക്കും ബിസിനസ് വരുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒരു കുടുംബത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസിലൊക്കെ ആയിരിക്കും അവിടെ ആ ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. സോ അവിടെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്താണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, പക്ഷെ മനസ്സിലാക്കി വെക്കാം. ഡിഫൻസ് ടീം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓർത്ത് വെക്കാം അതോറിറ്റി, പിന്നെ അല്ലെ എംപ്ലോയീസ് എന്നൊക്കെ പറയുന്നത് ഒബീഡിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫാക്ടറികളാണെങ്കിൽ സെക്യൂരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫേമിലാണെങ്കിൽ സപ്പോർട്ടാണ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. റെക്കഗ്നീഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് അവർ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. എന്നാൽ ഇത് രണ്ടും ഒരേപോലെയുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. പാർട്ണർഷിപ്പ് ഫേമുകളും ട്രസ്റ്റുകളും എന്നൊക്കെ പറയുമ്പോൾ സെൽഫായിട്ട് തന്നെയാണ് ഒരു കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതും അച്ചടക്കം പാലിക്കേണ്ടതും റെസ്പെക്ട് ഒക്കെ ചെയ്യേണ്ടതും. ഓക്കെ അല്ലേ? ണോ? ഇന്ന് തന്നെ വായിച്ചു നോക്കണ്ട, എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വായിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.